വയനാട് മാനന്തവാടിയിൽ നരഭോജിക്കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാരം അല്പസമയത്തിനുള്ളിൽ നടക്കും. മൃതദേഹം പഞ്ചാരക്കൊല്ലിയിലെ വീട്ടിൽ ആണിപ്പോൾ. പൊതുദർശനത്തിന് ശേഷം 11 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. മീൻമുട്ടി താറാട്ട് ഉന്നതി കുടുംബ ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. നരഭോജിക്കടുവയ്ക്കായുള്ള തെരച്ചിൽ അതേസമയം തുടരുകയും ചെയ്യുന്നുണ്ട്. ദൗത്യത്തിന് കൂടുതൽ RRT സംഘവും എത്തിച്ചേരുന്നുണ്ട്. കുങ്കിയാനകളുടെ സഹായവും തേടുന്നുണ്ട്. സമഗ്ര വിവരങ്ങളുമായി ജോഷില അവിടെ നിന്നും ചേരുകയാണ്. ജോഷില, വളരെ ദാരുണമായ സംഭവമായിരുന്നു. ആ ദുഃഖം ആണ് ഒരുപക്ഷെ നാട് മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത്. എപ്പോഴാണ് സംസ്കാരം? തെരച്ചിലുമായി ബന്ധപ്പെട്ട, കടുവയെ പിടിക്കാനുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട പുരോഗതി കൂടി. അജിംഷാദ്, കടുവ കൊന്ന രാധയുടെ വീട്ടിലാണ് ഇപ്പോഴുള്ളത്. ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാധയുടെ മൃതദേഹത്തിൽ അവസാനമായി ഒരു നോക്ക് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനുമായി നാട്ടുകാരും ബന്ധുക്കളും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും എല്ലാം തന്നെ എത്തിച്ചേരുന്നുണ്ട്. മന്ത്രി OR കേളു, അതുപോലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി റഫീഖ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാധയെ അവസാനമായി കാണാനും അതുപോലെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനും വേണ്ടി അവരുടെ കൂടെ തൊഴിലെടുത്തിരുന്നവരും അങ്ങനെ ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. നാടിനെ നടുക്കിയ ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു വന്യജീവി അല്ലെങ്കിൽ കടുവ ഇവിടേക്ക് എത്തിച്ചേർന്ന് ഒരു ജീവനെടുക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും വനാതിർത്തിയിലാണ് സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനിയൊരു വന്യജീവി ആക്രമണം നടക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും വനപാലകർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 38ഓളം ക്യാമറകൾ ഇപ്പോൾ ഈ ഒരു സംഭവം നടന്ന സ്ഥലത്ത്, പ്രിയദർശിനി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. വനപാലകരെല്ലാം തന്നെ എത്തിച്ചേർത്തിട്ടുണ്ട്. കടുവയെ പിടികൂടുക എന്നുള്ളതാണ് പ്രാഥമിക ലക്ഷ്യം. കൂട്ടിലടക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ലക്ഷ്യം. 72ലെ വനനിയമമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം തന്നെ കടുവയെ കൂട്ടിലടക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ 3 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കടുവയെ കണ്ടാൽ ഉടനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവും സർക്കാർ ഉത്തരവുമുണ്ട്. എന്തായാലും 4 ഘട്ടങ്ങളായിട്ടായിരിക്കും ഈ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. കാരണം കടുവയെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മറ്റൊരു കടുവയെ അങ്ങനെ ഒരു കൊല്ലാൻ കഴിയില്ല എന്നുള്ളത് അത് വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കടുവയെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വനപാലകരുടെ ലക്ഷ്യം. അത് നേരത്തെ നോർത്ത് DFO മാർട്ടിൻ ലോയർ അടക്കം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞതാണ്. ആദ്യം കടുവയെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ജോഷില, അതായത് ഈ കൂടുതൽ RRT സംഘത്തെ അവിടെ എത്തിക്കുന്നുണ്ട്. കുങ്കിയാനകളുടെ സഹായം തേടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇപ്പോൾ ദുഃഖകരമായൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനി പക്ഷേ ആ കടുവയിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള നടപടികളാണ് സർക്കാർ പ്രധാനമായും ഫോക്കസ് ചെയ്തത്. അത് ഇന്നലെ മന്ത്രി പറയുകയും ചെയ്തു. മന്ത്രി OR കേളു ഈ സംഭവ സ്ഥലത്ത് തന്നെ ഓടിയെത്തി നേരിട്ടായിരുന്നു നിയന്ത്രണങ്ങൾ നടത്തിയത്. മന്ത്രി OR കേളു അവിടുത്തെ പ്രതിഷേധക്കാരോട് പറയുകയും ചെയ്തു എന്തൊക്കെയാണ് നടപടികൾ, അത് അക്കമിട്ട് നിരത്തി എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ആശങ്ക പരിഹരിക്കപ്പെട്ടാണ് പ്രതിഷേധം പോലും മാറുന്നതും പിന്നീട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് പോലും എടുക്കാനാകുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായത്. അപ്പോൾ അതിനൊക്കെ ശേഷം ഇപ്പോൾ പൊതുദർശനം നടക്കുന്നു, ഇന്ന് സംസ്കാരം നടക്കുന്നു. ഇനി തെരച്ചിൽ ഊർജിതമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അപ്പോൾ നരഭോജിക്കടുവയെ നേരത്തെ പറഞ്ഞതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. വേണ്ടി വന്നാൽ വെടിവെച്ച് കൊല്ലാൻ പോലും ഉത്തരവുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ജോഷില നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിൻ്റെ വനം വന്യജീവി നിയമങ്ങളാണ് പല വിധത്തിലും മനുഷ്യന് തടസ്സമായി നിൽക്കുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. ഈ തെരച്ചിൽ ഏത് വിധത്തിലാണ് ഇപ്പോൾ നീങ്ങുന്നത്? ഡ്രോണിൻ്റെ സഹായങ്ങളുണ്ട് അല്ലേ? കുങ്കിയാനകളുടെ സഹായം കൂടി തേടിയിട്ടുണ്ട്. കുങ്കിയാനകൾ എത്തിയോ ജോഷില? ഇന്ന് കുങ്കിയാനകൾ എത്തും എന്നുള്ളതാണ് നമ്മുടെ വനപാലകർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് കുങ്കിയാനകൾ എവിടേക്ക് എത്തിച്ചേരും. അതുമാത്രമല്ല ഡ്രോണിൻ്റെ സഹായമുണ്ട്. തെർമൽ ഡ്രോൺ ഇപ്പോൾ പകൽ നേരങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. മാത്രമല്ല ഈ കടുവ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം അത് പ്രിയദർശിനി എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് തന്നെയാണ് കടുവ ഉള്ളത് എന്നുള്ള കാര്യവും വനപാലകർ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇത്തരത്തിൽ ഒരു തെർമൽ ഡ്രോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ശബ്ദമടക്കം ഇതിനൊരു തടസ്സമായി വരും. അതുകൊണ്ട് കടുവ കൂട്ടിൽ കയറാനോ അല്ലെങ്കിൽ ആ പരിസരം വിട്ടു പോകാനോ ഉള്ള സാധ്യതയുണ്ട്. കൂട്ടിൽ കയറാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെർമൽ ഡ്രോൺ ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് തൽക്കാലം അതിൻ്റെ ഒരു പ്രവർത്തനം മാറ്റിവെക്കുന്ന രീതിയിലേക്കാണ് കടക്കുന്നത്.